എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 57 ശ്ലോകം 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 12 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 57-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാ പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ഇത്യംഗോപദിശന്ദേഹേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസനിവാസേഖ്യം ഖടേതാരിഷ്ടദർശനം. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, അക്രൂരൻ പോയത് കൊണ്ട് തന്നെയാണ് ഈ അരിഷ്ടങ്ങളൊക്കെ ദ്വാരകയിൽ ഉണ്ടായെന്ന് ചിലര് പറയണു. അങ്ങനെ പറയണത് അവിവേകം എന്ന് പറയാനുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യത്തെ ഇത്രത്തോളം പറഞ്ഞത് അവര് മറന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ അരിഷ്ടങ്ങൾ കാണപ്പെട്ടു എന്നല്ലാതെ അക്രൂരന്റെ വിയോഗ നിമിത്തം അരിഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അത് വിശ്വസിക്കാം? എന്തുകൊണ്ടെന്നാൽ ഒരു മുനി ഒരു സ്ഥലത്ത് വസിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൽ യാതൊരു അരിഷ്ടവും ബാധിക്കില്ല. സമസ്ത മുനികളുടെയും സായുജ്യമുക്തി സ്ഥാനമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്ന ആ സ്ഥലത്തില് അരിഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കുക? ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെ ദ്വാരകയിലെ അരിഷ്ടങ്ങൾ കാണപ്പെട്ടു. അത് തന്നെയാണ് പരമാർത്ഥം എന്നത് ശ്രീ സുഖബ്രഹ്മർഷി പറയണു പരീക്ഷിത് മഹാരാജാവിനോട്. അപ്പൊ ആ വൃദ്ധന്മാര് അവർക്ക് തോന്നിയത് അവര് പറഞ്ഞു. ദേവേ വർഷതി കാശീശ ശോഭൽക്കായാഗതായ വൈ സ്വസുതാം ഗാന്ധിനീം പ്രാതാൽ തതോ വർഷസ്മകാശിഷു. ഈ അരിഷ്ടങ്ങളൊക്കെ ഉണ്ടായതിന്റെ കാരണം അക്രൂരൻ ദ്വാരക വിട്ടു പോയത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വൃദ്ധന്മാര് അക്രൂരന്റെ പ്രഭാവത്തെ വെളിപ്പെടുത്താനായിട്ട് അക്രൂരന്റെ അച്ഛനായിട്ടുള്ള ശോഭൽക്കന്റെ മഹിമ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തെ കാശി രാജ്യങ്ങളില് വർഷമില്ലാതെ ജനങ്ങള് വളരെ ബുദ്ധിമുട്ടി. അപ്പോ കാശിയിൽ നിന്ന് വന്ന ശോഭൽക്കനായിക്കൊണ്ട് കാശി രാജാവ് തന്റെ പുത്രിയായ ഗാന്ധിനിയെ നൽകി. അങ്ങനെ ആ ശോഭൽക്കന്റെ ആ മഹാത്മ്യം കൊണ്ട് ദേവപ്രസാദ നിമിത്തം കാശി രാജ്യങ്ങളില് ധാരാളം മഴ എങ്ങനെ പെയ്യാൻ തുടങ്ങി. അദ്ദേഹം അത്രയും മഹാത്മാവാണ് ആ ശോഭൽക്കൻ. അപ്പൊ അങ്ങനെയുള്ള ആ ശോഭൽക്കന്റെ മകനാണല്ലോ അക്രൂരൻ. അതാണ് അവര് പറയുന്നത്. തൽപ്രഭാവോസൗ അക്രൂരോ യത്ര യത്ര ദേവോഭിവർഷതേ തത്ര നോപതാപ നമാരികാഹ. ശോഭൽക്കന്റെ പുത്രനായ അക്രൂരനും പിതൃതുല്യ മഹിമയുള്ളവനായതുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന ദിക്കില് വർഷം സമർത്ഥമായിട്ടുണ്ടാവും. അകാല മരണഹേതുക്കളായ മസൂരി മുതലായ പകർച്ചവ്യാധികളും അത് നിമിത്തമുള്ള സന്താപങ്ങളും ഒന്നും ആ ദിക്കിൽ ഉണ്ടാവില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇതി വൃദ്ധവച ശ്രുത്വ നൈതാവധിക കാരണം ഇതി മത്വാ സമാലീയ പ്രാഹാക്രൂരം ജനാർദ്ദന. ഇങ്ങനെ അക്രൂരന്റെ മഹിമയെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന വൃദ്ധന്മാരുടെ വചനം കേട്ടപ്പോ അപ്പൊ ഇതിന് കാരണം അക്രൂരം പോയതല്ല, എന്റെ ഇച്ഛ തന്നെയാണെന്നൊക്കെ ഭഗവാൻ അറിയാമെങ്കിലും ഭഗവാൻ അറിയാലോ. പക്ഷേ ഭഗവാൻ അതൊന്നും പുറത്ത് കാണിക്കാണ്ട് അത് കണ്ടു ആ വൃദ്ധന്മാര് പറയണത്. എന്നാ ശരി, അക്രൂരനെ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞു. ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ, അതിനു വേണ്ടിയിട്ട് ദൂതന്മാരെ അയച്ചു കാശിയിലേക്ക്. അങ്ങനെ അക്രൂരനെ വരുത്തി അക്രൂരനോട് പറയാണ്, പൂജയിത്വാഭിഭാഷ്യേനം കഥയിത്വാ പ്രിയാ കഥാ വിജ്ഞാതാഖില ചിത്തജ്ഞ സ്മയമാനവാച. അങ്ങനെ അക്രൂരനെ അങ്ങനെ പേടിച്ച് ലജ്ജയോട് കൂടിയിട്ടാ ഭഗവാന്റെ അടുത്ത് വരുന്നത്. ഭഗവാൻ അതൊന്നും നോക്കണില്ല. ആഹാ സന്തോഷായി. എത്ര കാലമായി കണ്ടിട്ട് അക്രൂരപ്പ. വേണ്ട തരത്തിലുള്ള ഉപചാരങ്ങളൊക്കെ ചെയ്ത് സ്വീകരിച്ചിരുത്തി ആ കാണാതിരുന്നതിലുണ്ടായ ദുഃഖം
ഒക്കെ പറ്റി പറഞ്ഞു. അങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായി സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു അക്രൂരനോട്. ഒന്നും മിണ്ടണില്ല അക്രൂരന്. സകലവും അറിഞ്ഞിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ അക്രൂരന് സെമന്തമണിയിൽ ലേശം ആശയൊന്നുമില്ല എന്ന് നല്ലോണം അറിയാം. അദ്ദേഹത്തിന് അറിയാം, മണിയോടുകൂടി തന്നെയാണ് അക്രൂരൻ വന്നിരിക്കണതെന്നും അറിയാം. അവിടെ ചിരിച്ചുകൊണ്ട് പിന്നെ പറയാണ്, നനുദാനപതേ ന്യസ്ത ത്വയ്യാസ്തേ ശതധന്വന സ്യമന്തകോ മണിശ്രീമാൻ വിദിത പൂർവമേവന. ഹേ ദാനപതേ, ശതധന്വാവ് ആ ശ്രീമത്തായ സെമന്തകമണി അങ്ങയുടെ കൈവശം തന്നെയാണ് തന്നിരിക്കണതെന്ന സംഗതി ഞങ്ങൾക്ക് മുമ്പേ തന്നെ മനസ്സിലായിട്ടുണ്ട്. സത്രാജിതോ അനപത്യത്വാൽ ഗൃഹീയുർദുഹിതൃസുതാ ദായം നിനീയാപപിണ്ഡാൻ വിമുച്ചർണം ച ശേഷിതം. സത്രാജിത്തിന് പുത്രന്മാരില്ലല്ലോ, അതുകൊണ്ട് പുത്രിയായ സത്യഭാമയുടെ പുത്രന്മാര് പിണ്ടക്രിയകൾ ചെയ്ത് ആ ഋണമോചനം വരുത്തിയ ശേഷം സത്രാജിത്തിന്റെ ആ അവശേഷിച്ച ധനം അവർക്കാണല്ലോ അതിന് അവകാശമുള്ളത്. പത്നി ദുഹിതരശ്ചൈവ പിതരോ ഭ്രാതരസ്തഥാ തൽ സുധാഗോത്രജാബന്ധു ശിഷ്യ സബ്രഹ്മചാരിണ എന്നുള്ള സ്മൃതിവചനം ആ പിണ്ടക്രിയ ചെയ്യാനും സ്വത്തിനും അവകാശികളെ കാണിക്കണു. ഭാര്യ, പുത്രികള്, അമ്മ, അച്ഛന്മാര്, സഹോദരിമാര് എന്നിവരിൽ മുമ്പില് പറഞ്ഞവര് അവരൊന്നും ഇല്ല വെച്ചാല്, അപ്പോ ആ അവരുടെ പിമ്പില് പറഞ്ഞവർക്ക് അപരക്രിയ നടത്താനും പരേതന്റെ ധനം സ്വീകരിക്കാനും അധികാരമുണ്ട്. അതൊക്കെ അറിയാലോ, പറയണം. തഥാപി ദുർധരസ്ത്വന്യത്വയ്യാസ്താം സുവ്രതേ മണി കിന്തു മാം അഗ്രജ സമ്യക് ന പ്രത്യേതി മണിം പ്രതി. ശാസ്ത്രപ്രകാരം സത്യഭാമയുടെ സന്താനങ്ങളാണ് ഈ മണിക്ക് അവകാശികള്. എങ്കിലും ഇത് അന്ധക്കരണ ശുദ്ധിയും ഭക്തിയും നിഷ്ഠയുമുള്ള അങ്ങയിൽ തന്നെ ഇരിക്കട്ടെ. ആ കുട്ടികൾക്ക്, സത്യഭാമയുടെ പുത്രന്മാർക്ക് ആ ഗുണങ്ങളൊന്നും തികഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെയുള്ളവര് ഈ മണി കൈവശം വെക്കാൻ അർഹരല്ല, ഭഗവാൻ പറയും. എന്നാൽ ശതധന്വാവിനെ വധിച്ചതും മണി അന്വേഷിച്ചതും ജ്യേഷ്ഠനോട് കൂടിയിട്ടല്ലാത്തതിനാൽ മണി ഞാൻ സ്വകാര്യമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണോ എന്നുള്ളൊരു ശങ്ക ജ്യേഷ്ഠനുണ്ട്. അതുകൊണ്ട് ജ്യേഷ്ഠൻ എന്നെ ഈ കാര്യത്തിൽ പരമാർത്ഥമായിട്ട് വിശ്വസിക്കണില്ല. ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹ അവ്യുച്ഛിന്നാമഖാസ്തേദ്യ വർത്തന്തേ രുക്മവേദയ. അതുകൊണ്ട് മഹാഭാഗ്യശാലിയായ അങ്ങ് ആ മണി ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ബന്ധുജനങ്ങൾക്കുള്ള ശങ്ക തീർത്ത് അവർക്ക് മനസ്സമാധാനം വരുത്തണം. മണി അങ്ങയുടെ കയ്യിലില്ലെന്ന് വരാൻ നിർത്തിയില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ സ്വർണം കൊണ്ടുള്ള വേദിയില്, ആ കാശിയില് തറയിലെ സ്വർണം കൊണ്ടുള്ള ആ വേദിയില് നടക്കുന്ന അങ്ങയുടെ ആ യാഗങ്ങള് ഇപ്പോഴും മുടങ്ങാതെ എന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ മണി അങ്ങയുടെ സ്വാധീനത്തിൽ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാം. ഏവം സാമഭിരാലബ്ധ ശുഭൽക്കതനയോ മണി ആദായ വാസസാച്ഛന്നം ദദോ സൂര്യസമപ്രഭം. ഇതെല്ലാം കേട്ടപ്പോ അക്രൂരൻ ഇങ്ങനെ വളരെ എന്താ പറയാ ശാന്തതയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ സംഭാഷണം. അതിലങ്ങോട്ട് വശീകൃതനായി അക്രൂരൻ. അപ്പൊ ഒരു തുണിയിലിങ്ങനെ പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുമായിരുന്നു ആ മണി. അക്രൂരൻ ആ സൂര്യ സമപ്രഭയോടുകൂടി ആ മണി പൊതിഞ്ഞിരുന്ന വസ്ത്രത്തിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ശ്രീകൃഷ്ണന്റെ കയ്യിൽ അങ്ങോട്ട് സമർപ്പിച്ചു. സമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജാത്മന വിമൃജ്യ മണിനാ ഭൂയ തസ്മൈ പ്രത്യർപ്പയൽ പ്രഭു. എല്ലാവർക്കും ഈ ഇങ്ങനെ തന്റെ ബന്ധുക്കൾക്കൊക്കെ മണി കാട്ടിക്കൊടിപ്പിച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇതാ കണ്ടോ എന്നുള്ള മട്ടില് ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. ഞാനല്ലാടുത്ത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ടാണ് അക്രൂരൻ അതങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ കാട്ടിക്കൊടിപ്പിച്ചിട്ട് തന്റെ ദുഷ്പേരിനെ കളഞ്ഞു. അതിനുശേഷം മഹാപ്രഭുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മണി മടക്കി കൊടുക്കുകയും ചെയ്തു. യസ്ത്വേതൽ ഭഗവതൈശ്വരസ്യ വിഷ്ണോ വീര്യാഢ്യം വൃജിനഹരം സുമംഗളം ച ആഖ്യാനം പഠതി ശൃണോതി അനുസ്മരേത്വാ ദുഷ്കീർത്തിം ദുരിതം അപോഹ്യ
യാതി ശാന്തിം. അഖില ഐശ്വര്യനിധാനമായിരിക്കുന്ന മഹാപ്രഭുവായ ശ്രീകൃഷ്ണന്റെ പരാക്രമത്തെ പ്രകാശിപ്പിക്കുന്നതും പാപം നശിപ്പിച്ച് മംഗളം വർദ്ധിപ്പിക്കുന്നതുമായ ഈ സ്യമന്തകരത്ന കഥ കീർത്തിക്കുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്ന പുരുഷൻ ദുഷ്കീർത്തിയിൽ നിന്നും ദുരിതത്തിൽ നിന്നും നിർമുക്തനായി ശ്രീകൃഷ്ണനിഷ്ഠയായിരിക്കുന്ന ആ ശാന്തിയെ പ്രാപിക്കും എന്നതാണ് അതിന്റെ ഫലം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തകോപാഖ്യാനം നാമ സപ്തപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ. ഈ 57-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. ആയേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.